രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? ആമോസ് പ്രവാചകൻ യഹോവ അരുളി ചെയ്തിരിക്കുന്ന വചനം കേൾപ്പീൻ എന്ന് ഇസ്രായേൽ മക്കളോട് പറയുക. രണ്ടുപേർ തമ്മിൽ ഒരുമിച്ച് നടക്കണമെങ്കിൽ, ഒരുമിച്ച് സഞ്ചരിക്കണമെങ്കിൽ, ഒരുമിച്ച് യാത്ര ചെയ്യണമെങ്കിൽ അവർക്കിടയിൽ പരസ്പര ഐക്യതയും സ്നേഹവും പരസ്പര ധാരണയും ഉണ്ടെങ്കിൽ മാത്രമേ ഒരുമിച്ച് നടക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവരുടെ യാത്ര വളരെ സന്തോഷകരമായിരിക്കും. കർത്താവ് ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മിൽ വസിപ്പിച്ചിരിക്കുന്നത് ദൈവാത്മാവുമായി ചേർന്ന് യേശുക്രിസ്തുവിനോട് സഞ്ചരിക്കാനാണ്. ദൈവാത്മാവുമായി ധാരണ ഉള്ളവർക്ക് മാത്രമേ ദൈവാത്മാവുമായി ചേർന്ന് യാത്ര ചെയ്യാൻ കഴിയുകയുള്ളൂ. ദൈവാത്മാവാണ് നമ്മെ നിയന്ത്രിക്കുന്നുവെങ്കിൽ ദൈവാത്മാവ് കർത്താവിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം നമ്മിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവുമായി ചേർന്നും സഞ്ചരിക്കാൻ നമുക്ക് കഴിയും. കർത്താവുമായി ഒത്തൊരുമിച്ചുള്ള യാത്രയാണ് ആത്മീയ യാത്ര.